മോനെ മനസ്സിലായല്ലോ നമ്മൾ ഇന്ന് എന്തിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളത്. അതെ, നമ്മുടെ നമ്മുടെ ഫഹദ് ഫാസിൽ നായകനായിട്ട് അഭിനയിച്ച ആവേശം, നമ്മുടെ ജിദ്ദു മാധവൻ ഡയറക്റ്റ് ചെയ്ത, ഫഹദ് ഫാസിൽ പ്രൊഡ്യൂസ് ചെയ്ത ആവേശം എന്ന സിനിമയെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എന്തു പറയാം, നമുക്ക് ആദ്യമേ നിങ്ങൾ രോമാഞ്ചം കണ്ട ആൾക്കാരാണോ? നിങ്ങൾ രോമാഞ്ചം കണ്ട് നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ആൾക്കാരാണോ? എങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ഒരുപാട് ഇഷ്ടപ്പെടും. രോമാഞ്ചം കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഈ പടം ഒരുപാട് ഇഷ്ടപ്പെടും. അല്ലാത്തവർക്ക് ഈ പടം ഇഷ്ടപ്പെടാനുള്ള ചാൻസ് സത്യം പറഞ്ഞാൽ വളരെ കുറവാണ്. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരന്മാർ, പയ്യന്മാർ, യൂത്തുകൾക്ക് ഈ പടം വന്നിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം അവർക്ക് ഈ സിനിമയായിട്ട് അവരുടെ ലൈഫുമായിട്ട് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളും ഈ പഠിച്ചിട്ടൊക്കെ പോയൊക്കെ ആൾക്കാരായതുകൊണ്ട് നമുക്കും ഇതിലെ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് റിലേറ്റഡ് ആവും. സിനിമയെപ്പറ്റി ഓവറോൾ പറയുകയാണെങ്കിൽ ഫഹദ് ഫാസിൽ, എടാ മോനെ, ഫഹദ് ഫാസിൽ ഒരു രക്ഷയില്ലായിരുന്നു. ഈ പടത്തിൻ്റെ ഒരു കഥ എന്നുള്ള രീതിയിൽ, ഒരു ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ, കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്ന ഒരു 3 വിദ്യാർത്ഥികൾ, അവർ ബാംഗ്ലൂർ പോകുന്നു. എന്നിട്ട് അവിടെ കുറച്ച് ഇൻസിഡൻസ് ഉണ്ടാകുന്നു. അതിനുശേഷം അവിടെ ഒരു ചെറിയൊരു ഗുണ്ടാത്തലവനായ ഫഹദ് ഫാസിലിനെ കണ്ടുമുട്ടുന്നു. എന്നിട്ട് അതിനുശേഷം എന്തൊക്കെയാണ് അവരുടെ ലൈഫിൽ നടക്കുന്നത് എന്നതാണ് സിനിമ. എനിക്ക് തോന്നുന്നു ഇത് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം പല ആൾക്കാരും രോമാഞ്ചം സിനിമ ഇറങ്ങി ഭയങ്കര ഹിറ്റായതിനു ശേഷം അത് നമ്മുടെ OTTയിൽ റിലീസായപ്പം ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് വന്നായിരുന്നു. കാരണം ഇഷ്ടപ്പെട്ടില്ല, അതാണ് ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് വന്നായിരുന്നു. അപ്പം ഞാൻ ഈ സിനിമ കാണാൻ പോയപ്പോഴും എനിക്ക് തോന്നിയത് അത് തന്നെയാണ്. കാരണം എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ഉള്ള ചാൻസ് കുറവാണ്. അപ്പം അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പക്ഷേ ഇത് വന്നിട്ട് യങ്സ്റ്റേഴ്സിനും ബാക്കിയുള്ള ഒരു ഏജ് കാറ്റഗറിക്കുള്ള ആൾക്കാർക്കൊക്കെ ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഈ പടത്തിൽ ഒരു 3 ചെറുപ്പക്കാരുണ്ട്. 3 ചെറുപ്പക്കാർ, അവർ വന്നിട്ട് നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. അത് അവരുടെ ആദ്യത്തെ സിനിമയാണ്. ഇവർ വന്നിട്ട് എനിക്ക് തോന്നുന്നു യൂട്യൂബേഴ്സ് എന്തോ ആണെന്ന് തോന്നുന്നു അവർ. പിന്നെ വന്നിട്ട് ഇതിൽ സജിൻ ഗോപു എന്നൊരു പുള്ളിയുണ്ട്, നമ്മളെ രോമാഞ്ചത്തിൽ അഭിനയിച്ചൊരു പുള്ളിയാണ്. അപ്പം പുള്ളിയുടെ ക്യാരക്ടർ വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ TG രവിയുടെ മോനുണ്ടല്ലോ, പുള്ളിക്കാരൻ്റെയൊക്കെ ഒരു മാനറിസമാണ് പുള്ളിക്ക്. പുള്ളിക്കാരൻ ഇടയ്ക്കൊക്കെ പുള്ളിയുടെ 2013 പുള്ളിയുടെ കുറേ പടങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ആ ഒരു മാനറിസമായിരുന്നു. കാരണം പുള്ളി നല്ല രീതിയിൽ, സജിൻ ഗോപു നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പടത്തിനെ പറ്റി പിന്നെ പറയുമ്പം ഫഫ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ റീഇൻട്രൊഡ്യൂസിങ് ഫഫ എന്നാണ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാരക്ടർ വേറെ ആര് ചെയ്താലും ഈ പടം ക്ലിക്കാവത്തില്ല. ഈ പടം ക്ലിക്കാവാനുള്ള മെയിൻ കാരണം ഫഫയാണ്. ഫഫ ഇല്ലായിരുന്നെങ്കിൽ ഈ പടം തകർന്നടിഞ്ഞു പോയെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയനാണ്. അത് എല്ലാവർക്കും അത് അങ്ങനെയാണ്. അല്ല, മെയിനായിട്ട് ഈ പടത്തിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഫഫ തന്നെയാണ്. കാരണം ഫഹദ് ഫാസിൽ എപ്പോഴൊക്കെ വരുന്നുണ്ട്, പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ്, പുള്ളിയുടെ അഭിനയത്തിനെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല, ഇവിടെയുള്ള എല്ലാവർക്കും അറിയാനുള്ള കേസ് തന്നെയാണ്. പുള്ളി ഒരു രക്ഷയില്ല. പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസും ക്ലൈമാക്സിൽ ഒരു 10-20 മിനിറ്റ് പുള്ളി വന്നിട്ട് കയറി അങ്ങ് അർമാദിച്ച് വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ പുള്ളി വന്നിട്ട് അങ്ങ് അടിച്ച് പൊളിച്ച് തകർത്തടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങേര് ഒരു മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ പടം പപ്പടം പൊളിയണ പോലെ പൊളിഞ്ഞെങ്കിൽ, അതിന് വേറെ മാറ്റമൊന്നുമില്ല. പുള്ളിയുടെ ആ ഒരു എനർജിയും പുള്ളിയുടെ ആ ഒരു കരിഷ്മയും അതൊക്കെയാണ് പടത്തിനെ വേറൊരു രീതിയിൽ എലിവേറ്റ് ചെയ്ത് കൊണ്ടുപോയത്. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഈ പടം കാണാൻ പോകുമ്പോൾ ഫാമിലീസിനൊക്കെ ഭയങ്കരമായിട്ടൊരു പേടി തോന്നും. കാരണം അവരെ മക്കളെ ബാംഗ്ലൂരിലോട്ട് പഠിക്കാൻ വിടാൻ വേണ്ടിയിട്ട് അവർക്കൊരു പേടി കാണും. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ പടത്തിൽ വന്നിട്ട് ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളമടി, സിഗരറ്റ് വലി എന്നുള്ള ഒരിതുണ്ട്. ഭയങ്കരമായിട്ട് അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കുറയ്ക്കാമായിരുന്നു. ഇത്രയും രീതിയിലൊന്നും ചുമ്മാ അതൊരു പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു. കാരണം അതൊരു ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. എന്തായാലും ഈ സിനിമ നല്ല എനിക്ക് ഈ സിനിമ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളെ ഞാൻ ഒരിക്കലും ഈ പടം കാണണമെന്നുള്ളതിൽ ഞാൻ പറയത്തില്ല. കാരണം ഓരോ ആൾക്കാർക്ക് ഓരോ ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചത്. കാരണം എൻ്റെ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇറ്റ്സ് നോട്ട് എ കപ്പ് ഓഫ് ടീ ഫോർ എവറി വൺ, ബട്ട് ദിസ് മൂവി ഈസ് Fahd Fazil, you done an excellent job. You are just proving again and again that you are the pan Indian star, actually speaking.
പുള്ളിക്കാരൻ്റെ ആക്ടിങ്, ഞാൻ ഈ സിനിമ കാണാനുള്ള മെയിൻ റീസൺ ഫഹദ് തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഈ സിനിമ കാണാൻ പോകത്തില്ല. പക്ഷേ പുള്ളിക്കാരൻ്റെ ആക്ടിങ് ഒരു നോച്ച് ലെവൽ ആക്ടിങ് ആണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല. നമുക്കൊരു ചെറുതായിട്ട് നമുക്ക് ഷമ്മിയെ കാണാൻ പറ്റും. ഗായ്സ്, ലാസ്റ്റ് 20 മിനിറ്റ് സിനിമയെ വേറൊരു ലെവലിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. പടം സെക്കൻഡ് ഹാഫ് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ലാഗും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അത് ലാസ്റ്റ് 20 മിനിറ്റിൽ പടം വന്നിട്ട് അടിച്ച് തകർത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇഫ് യു ലൈക്ക് മൈ റിവ്യൂ, please put like for my video, please comment my video, please share my video. If you like my video, please subscribe my channel. Okay, so that's it. Bye bye, have a nice day. Damn മോനെ.